കർത്താവിൽ പ്രിയരെ, 2024 അവസാന നിമിഷങ്ങളിലൊന്നിൽ ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ ശബ്ദ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ എത്തുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എന്ന ഒറ്റ ചിന്ത മാത്രമേ എന്നെ ഭരിക്കുന്നുള്ളൂ. വളരെ ചുരുക്കമായി ഒരു വർഷാന്ത്യ ചിന്തയും വർഷാരംഭ ചിന്തയും സമന്വയിപ്പിച്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞുപോയ ആണ്ടിൻ്റെ ഓരോ നിമിഷങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ പിന്നിട്ട ഓരോ ആണ്ടുകളുടെയും നന്മതിന്മകളും സുഖദുഃഖങ്ങളും എല്ലാം ഒന്നും നമുക്കാർക്കും ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ സാധാരണയായി എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാറുള്ള ഒരു കർത്തൃചിന്ത ഇങ്ങനെയാണ്: നാളേക്കായി വിചാരപ്പെടരുത് എന്ന് നമ്മുടെ അരുമനാഥൻ നമ്മളോട് പറഞ്ഞ വാക്ക്. ഇതിൽ പോലും നമ്മൾ പലപ്പോഴും ചിന്താകുലരാണ്. ഇംഗ്ലീഷ് നിരൂപണ സാഹിത്യത്തിലെ ഗായകന്മാരിൽ ഒരാളായ ബർണാഡ് ഷായോട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ തമാശ എന്താണ്? അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാ മനുഷ്യർക്കും അറിയാം ഏത് നിമിഷവും അവർ മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന്. എന്നാൽ ഇങ്ങനെ പായസായ മനുഷ്യൻ എപ്പോഴും സംസാരിക്കുന്നത് 10 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള കാര്യവും 50 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള കാര്യവുമൊക്കെയാണ്. അവരവരുടെ കാര്യം മാത്രമാണ് കേട്ടോ. രാജ്യത്തെക്കുറിച്ചുള്ള ദീർഘവീക്ഷണം അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും നമ്മളെല്ലാവരും ഒരു നല്ല നാളേക്കായി കാത്തിരിക്കുന്നവരാണ്. സർവശക്തനായ ദൈവം അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ ആശംസിക്കുന്നു. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26-ാം വാക്യം വായിക്കട്ടെ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. ക്രിസ്തീയ ചരിത്രത്തിൽ ഒരിക്കൽ പോലും മായ്ച്ചു കളയാൻ കഴിയാത്ത പ്രാർത്ഥനാവീരനായിരുന്നു ജോർജ് മുള്ളർ. അദ്ദേഹം രക്ഷിക്കപ്പെടാത്ത തൻ്റെ 5 സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സഹോദരന്മാരെന്ന് വെച്ചാൽ സുഹൃത്തുക്കളാണ് കേട്ടോ. ചില മാസങ്ങൾക്ക് ശേഷം അവരിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടു. ഏകദേശം 10 വർഷത്തോളം കഴിഞ്ഞാണ് വേറെ 2 പേർ രക്ഷിക്കപ്പെട്ടത്. 4-മത്തെയാൾ രക്ഷിക്കപ്പെടുവാൻ 25 വർഷമെടുത്തു. 5-മത്തെ തൻ്റെ സ്നേഹിതന് വേണ്ടി ജോർജ് മുള്ളർ മരണം വരെയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 22 വർഷക്കാലത്തിനിടയ്ക്ക് അദ്ദേഹം ഒരിക്കൽ പോലും നിരാശപ്പെടാതെ മനുഷ്യൻ എന്തെങ്കിലും രക്ഷിക്കപ്പെടും എന്ന വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥന തുടർന്നു. അദ്ദേഹം മരിക്കും മുമ്പ് ഇയാൾ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ പോലും മരണശേഷം ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ മനുഷ്യനും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. നമ്മൾ വായിച്ചത് ഗോത്രപിതാക്കന്മാരിൽ പ്രമുഖനായ യാക്കോബ് ദൈവത്തിൻ്റെ ദൂതനുമായി മല്ല് പിടിക്കുന്ന പ്രത്യേക സമയത്ത് ഇവൻ പറഞ്ഞ ചില വാക്കുകളുടെ മറുപടിയാണ് നമ്മൾ വായിച്ച വാക്യം. ഒരു അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് ഒത്തിരി മുഴുവനും തുടർന്ന തൻ്റെ മൽപ്പിടുത്തം തുകയില്ല എന്ന് മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ ദൂതൻ യാക്കോബിനോട് പറയുന്നത്, ഉഷസ്സായല്ലോ, എന്നെ വിടുക. അപ്പോഴാണ് താൻ പറയുന്നത്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഒത്തുപോകാതെ പ്രാർത്ഥിക്കുക എന്ന കർത്താവിൻ്റെ ദിവ്യമായ വചനം നമ്മൾ വായിച്ചിട്ടുള്ളവരാണല്ലോ. യാക്കോബും ദൈവത്തിൻ്റെ ദൂതനുമായി മല്ല് പിടിക്കുന്ന ഈ സംഭവത്തിൻ്റെ തലത്തിൽ നാം ചിന്തിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടപ്പോൾ യാക്കോബ് തനിയെ ആയിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ ഫലപ്രദമാകണമെങ്കിൽ നമ്മുടെ സകല ചിന്തകളിൽ നിന്നും മോചനം നേടി ഏകാഗ്രതയോടെ ദൈവസന്നിധിയിലിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. തൻ്റെ കുറവുകൾ തനിക്ക് അറിയാം എന്നിട്ട് പോലും ദൈവം തന്നെ അനുഗ്രഹിക്കുമെന്ന ഉറപ്പോടെ ഒട്ടും സമയം പാഴാക്കാതെ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ദൂതൻ നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ യാക്കോബ് മറച്ചു വെച്ചില്ല, ഞാൻ യാക്കോബാണ്, അതിൻ്റെ അർത്ഥം ഞാൻ ഉപായിയാണ് എന്ന് തന്നെയാണ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ഉപായങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ദൈവസന്നിധിയിലിരിക്കുന്നത്. തുറന്നു പറയാൻ നമ്മൾ സന്നദ്ധരാകുമെങ്കിൽ ദൈവം നമ്മളെ ഇട്ടിട്ട് പോവുകയല്ല, വിട്ടേച്ചു പോവുകയല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് പ്രാപിക്കാൻ കഴിയും. നമ്മുടെ ഉപായവും അവിടെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും. നീ എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, ഞാൻ വിചാരിച്ച പോലെ നീ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട്. നമ്മെക്കൊണ്ട് ഒന്നും കഴിയാതെ വരുമ്പോൾ നിരാശപ്പെടുകയല്ല വേണ്ടത്, ദൈവത്തോട് ചേർന്നിരിക്കുകയാണ് വേണ്ടത്. ദൈവത്തിൽ ഒരു മനുഷ്യൻ പൂർണ്ണമായി തൻ്റെ ആശ്രയം വെച്ച് കഴിയുമ്പോൾ ദൈവം തൻ്റെ ശക്തിയും സാന്നിധ്യവും അവനിലേക്ക് വെളിപ്പെടുത്തും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥനാ രീതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ തല മുഴങ്കാലുകളുടെ ഇടയിൽ കയറ്റിവെച്ച് താൻ ആരംഭിച്ച പ്രാർത്ഥന ഒരു കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നത് കാണും വരെ നിർത്തിയില്ല. ഒരു മഴയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ പ്രാർത്ഥനയായിരുന്നു അത്. 2024 നമ്മെ വിട്ടുപോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിച്ച ഈ നിമിഷം ഇങ്ങനെ ഏലിയാവിനെ പോലെ ഒരു ചെറിയ കൈ പോലെ ഒരു ചെറിയ മേഘം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് ഒരു വലിയ മഴയുടെ സൂചനയാണ്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ 2025 ഒരു പെരുമഴ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവം പെയ്യിപ്പിക്കും. അതെ, നമ്മുടെ ദൈവത്തിൻ്റെ പേര് ഇന്നും അത്ഭുതമന്ത്രി എന്നു തന്നെയാണ്. ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടന്നില്ലല്ലോ എന്നോർത്ത് പ്രാർത്ഥന നിർത്താൻ വരട്ടെ.
നിർഭാഗ്യവശാൽ നമുക്ക് വേണ്ടി പലപ്പോഴും ചെറിയ കൈപ്പത്തി പോലെ മേഘം പൊങ്ങുന്നുണ്ട്. നമുക്കത് കാണാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ നിർത്തിക്കളഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെയല്ലേ പറയുന്നത്? പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. പ്രാർത്ഥന താമസിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥന നിഷേധിക്കപ്പെട്ടു എന്നല്ല കേട്ടോ. ദർശനത്തിന് അവധി വെച്ചിട്ടേ ഉള്ളൂ. നിങ്ങളുടെ സമയം സമാഗതമാവുകയാണ്. ആകയാൽ പ്രാർത്ഥന തുടരുക. വലിയ പ്രതീക്ഷയോടെ, കർത്താവിലുള്ള വലിയ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, 2024 ഓരോ നിമിഷങ്ങൾക്കാട്ടും സ്തോത്രം. ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കാട്ടും സ്തോത്രം. എല്ലാ ദൈവിക വിടുതലുകൾക്കും സംരക്ഷണങ്ങൾക്കുമായിട്ടും സ്തോത്രം. ഞങ്ങളുടെ എല്ലാ നന്മയും അങ്ങയുടേതാണ്. ഞങ്ങൾക്ക് തന്ന എല്ലാ പ്രാർത്ഥനാ മറുപടികൾക്കാട്ടും സ്തോത്രം. തുടർന്നും ഉറപ്പോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.